أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് കുറച്ചായി വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് അബൂബക്കറിന്റെ മരണസമയം അടുത്തപ്പോൾ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ അദ്ദേഹം വിളിപ്പിച്ചു. എന്നിട്ട് ഹസ്രത്ത് ഉമറിനെ കുറിച്ച് എന്നോട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, അതായത് ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹിയുടെ ഖലീഫ ആയ വ്യക്തിയെ, അള്ളാഹു ആണ്. ഹസ്രത്ത് ഉമർ താങ്കൾ കരുതുന്നതിലും കൂടുതൽ ശ്രേഷ്ഠനാണ്. എന്നാൽ അദ്ദേഹം അല്പം കഠിനപ്രകൃതനാണ് എന്നു മാത്രം. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, എന്നിൽ സൗമ്യ പ്രകൃതം കാണുന്നതിനാലാണ് അദ്ദേഹം കാഠിന്യം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം എന്തായാലും അമീറായി കഴിഞ്ഞാൽ തന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആരോടെങ്കിലും കഠിനമായി പെരുമാറുമ്പോഴൊക്കെ ആ വ്യക്തിയിൽ എനിക്ക് തൃപ്തി വരുത്താനായി, മതിപ്പുളവാക്കാനായി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതുപോലെ ഞാൻ ആരോടെങ്കിലും സൗമ്യമായി പെരുമാറുമ്പോൾ അദ്ദേഹം അയാളോട് ഞാൻ കഠിനമായി പെരുമാറാനും എന്നോട് പറയാറുണ്ട്. ശേഷം ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനെ വിളിപ്പിച്ചു. അദ്ദേഹത്തോടും ഹസ്രത്ത് ഉമറിനെ കുറിച്ചു ചോദിച്ചു. ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അകം അദ്ദേഹത്തിന്റെ പുറത്തേക്കാൾ വളരെ ഉത്തമമാണ്. ഞങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ രണ്ട് സഹാബാക്കളോടും, ഞാൻ നിങ്ങളോട് ചോദിച്ച കാര്യങ്ങളെ കുറിച്ച് മറ്റാരോടും പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വേള ഹസ്രത്ത് ഉമറിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഹസ്രത്ത് ഉസ്മാനെ വിട്ട് മറ്റാരെയും തിരഞ്ഞെടുക്കുമായിരുന്നില്ല. അതായത് അദ്ദേഹം ഈ രണ്ടുപേരെയുമാണ് ഖിലാഫത്തിന്റെ കടമകൾ നിറവേറ്റാൻ കൂടുതൽ പ്രാപ്തരായി കണ്ടിരുന്നത്. തുടർന്ന് പറഞ്ഞു, അതുപോലെ ഇരുവരും നിങ്ങളുടെ, അതായത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തുകയുമില്ല എന്നുറപ്പാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ്. അതുപോലെ നിങ്ങളുടെ പൂർവികരിൽ ഉൾപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബൂബക്കർ രോഗിയായി തന്നെ തുടരുമ്പോൾ ഹസ്രത്ത് ത്വൽഹ ബിൻ ഉബൈദുല്ല അദ്ദേഹത്തിന്റെ പക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഹസ്രത്ത് ഉമറിനെ ജനങ്ങളുടെ ഖലീഫയാക്കി അല്ലേ? താങ്കൾ ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങളോട് എത്ര കഠിനമായാണ് പെരുമാറുന്നതെന്ന് താങ്കൾ കാണുന്നുണ്ടല്ലോ. എന്നിരിക്കെ അദ്ദേഹം തനിച്ചായാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? താങ്കൾ തന്റെ നാഥനുമായി കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു താങ്കളോട് താങ്കളുടെ പ്രജകളെ കുറിച്ച് എന്തായാലും അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ എന്നെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ താങ്ങി പിടിച്ച് ഇരുത്തിയപ്പോൾ ഇപ്രകാരം ചോദിച്ചു, താങ്കൾ എന്നെ അള്ളാഹുവിന്റെ പേരിൽ ഭയപ്പെടുത്തുകയാണോ? ഞാൻ എന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ അവൻ എന്നോട് അക്കാര്യം അന്വേഷിച്ചാൽ എന്റെ മറുപടി, ഞാൻ നിന്റെ ദാസന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ദാസനെയാണ് അവരുടെ ഖലീഫയാക്കിയത് എന്നായിരിക്കും. എന്നിട്ട് അദ്ദേഹം ഹസ്രത്ത് ഉസ്മാനെ മാത്രമായി തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി. ഹസ്രത്ത് ഉമറിനെ കുറിച്ച് വസിയത്ത് എഴുതിപ്പിക്കാനായിരുന്നു ആ കാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് പറഞ്ഞു, എഴുതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിങ്ങൾക്ക് വേണ്ടി
അബൂ ഖഹാഫയുടെ മകൻ അബൂബക്കറിന്റെ വസിയത്താണിത്. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധക്ഷയം വന്നു. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ അതിൽ സ്വയം തന്നെ ഇങ്ങനെ ചേർത്തി എഴുതി: ഞാൻ നിങ്ങളുടെ ഖലീഫയായ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ക്ഷേമകാര്യത്തിൽ യാതൊരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. തുടർന്ന് ഹസ്രത്ത് അബൂബക്കറിന് ബോധം വീണ്ടും കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു: എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എന്നെ വായിച്ചു കേൾപ്പിക്കുക. ഹസ്രത്ത് ഉസ്മാൻ അപ്രകാരം ചെയ്തപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അല്ലാഹു അക്ബർ എന്നും ചൊല്ലിക്കൊണ്ട് പറഞ്ഞു: ഞാൻ കരുതുന്നത് ഞാൻ ബോധം വീണ്ടും കിട്ടാതെ തന്നെ മരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുമെന്ന് താങ്കൾ ഭയന്നു എന്നാണ്. ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു: അതെ, അതുതന്നെയാണ് കാര്യം. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു: അല്ലാഹു ഇസ്ലാമിന്റെയും മുസ്ലിമുകളുടെയും ഭാഗത്തു നിന്നും താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹസ്രത്ത് ഉസ്മാൻ എഴുതിയ ഹസ്രത്ത് ഉമറിനെ ഖലീഫയാക്കണമെന്ന വാക്യത്തെ അദ്ദേഹം നിഷേധിച്ചില്ല. തിബരിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു: മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ബിൻ ഹാരിസ് ഇപ്രകാരം വിവരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനെ തനിച്ച് വിളിപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം എഴുതാൻ ഉള്ള നിർദ്ദേശം നൽകി: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് അബൂബക്കർ ബിൻ അബൂ ഖഹാഫ എഴുതിപ്പിക്കുന്ന രേഖ. നിവേദകൻ പറയുന്നു: അതിനുശേഷം ഹസ്രത്ത് അബൂബക്കർ മോഹാല്യസപ്പെട്ടു. അതിനുശേഷം മുൻപ് വിവരിച്ചതുപോലെ ഹസ്രത്ത് അബൂബക്കറിന് സ്വബോധം വീണ്ടും കിട്ടിയപ്പോൾ ഹസ്രത്ത് ഉസ്മാനോട് എഴുതിയത് എന്തായാലും വായിച്ചു കേൾപ്പിക്കുക എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇവിടെ വിവരിച്ചതുപോലെ അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. ശേഷം ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു: അല്ലാഹു താങ്കൾക്ക് ഇസ്ലാമിനും മുസ്ലിമുകൾക്കും വേണ്ടി നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. ഹസ്രത്ത് ഉസ്മാൻ എഴുതി ചേർത്ത വാക്യത്തെ ഹസ്രത്ത് അബൂബക്കർ അതേപടി തന്നെ നിലനിർത്തി. യാതൊരു മാറ്റവും അതിൽ വരുത്തിയില്ല. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉസ്മാനെ വിളിപ്പിക്കുകയും ഖലീഫയെ നിശ്ചയിക്കുന്നതിനായി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ആരായുകയും ചെയ്തു. അല്ലാഹു ആണ്, താങ്കൾ അഭിപ്രായം നൽകാൻ വളരെ യോഗ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹസ്രത്ത് ഉമറിന്റെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ അബൂബക്കർ അക്കാര്യം എഴുതിക്കാൻ തുടങ്ങി. പേര് എത്താറായപ്പോൾ അദ്ദേഹം ബോധരഹിതനായി. തുടർന്ന് സുഖം പ്രാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഉമർ എന്നെഴുതുക. ഒരു നിവേദനത്തിലുണ്ട്: ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു: ഹസ്രത്ത് ഉസ്മാൻ ഹസ്രത്ത് അബൂബക്കറിന്റെ വസിയത്ത് രേഖപ്പെടുത്തുകയായിരുന്നു. ഹസ്രത്ത് അബൂബക്കറിന് ബോധക്കേട് വന്നു. ഹസ്രത്ത് ഉസ്മാൻ ഹസ്രത്ത് ഉമറിന്റെ പേര് എഴുതി. ഹസ്രത്ത് അബൂബക്കറിന് ബോധം വീണ്ടും കിട്ടിയപ്പോൾ താങ്കൾ എന്താണ് എഴുതിയതെന്ന് ചോദിച്ചു. അദ്ദേഹം ഹസ്രത്ത് ഉമർ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു: ഞാൻ ഉദ്ദേശിച്ച പേര് തന്നെയാണ് താങ്കൾ എഴുതിയിരിക്കുന്നത്. താങ്കൾ ഇനി സ്വന്തം പേര് എഴുതിയാലും താങ്കളും അതിന് അർഹൻ തന്നെയാണ്. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കർ രോഗം ബാധിച്ചപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ ഹസ്രത്ത് അലി അതുപോലെ മുഹാജിരിങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നുമുള്ള ചിലർ എന്നിവരെ ആളയച്ചു വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു: നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് കൽപ്പന നൽകാൻ ഇനി ആരുമില്ലാത്ത സമയം വന്നിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളിൽ നിന്നും ആരെയെങ്കിലും ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. അല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കണമെങ്കിൽ അതുമാകാം. അവർ പറഞ്ഞു: താങ്കൾ ഞങ്ങൾക്കായി തെരഞ്ഞെടുത്താലും. അദ്ദേഹം അപ്പോൾ ഹസ്രത്ത് ഉസ്മാനോട് പറഞ്ഞു: ഇപ്രകാരം എഴുതുക: ഇത് അബൂ ഖഹാഫയുടെ മകൻ ഈ ലോകത്തു നിന്നും വിട പറയുന്നതിനു മുമ്പുള്ള അവസാനത്തെയും അതുപോലെ പരലോകത്ത് പ്രവേശിക്കുമ്പോഴുള്ള ആദ്യത്തെയും ഉടമ്പടിയാണ്. പരലോകത്ത് വെച്ച് അധർമ്മികൾ പശ്ചാത്തപിക്കുകയും അവിശ്വാസികൾ വിശ്വാസം സ്വീകരിക്കുകയും വ്യാജപ്പെടുത്തുന്നവർ സത്യസാക്ഷ്യം നൽകുകയും ചെയ്യുന്നതാണ്. ആ ഉടമ്പടി ഇതാണ്: ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഖലീഫയായി നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞതും ഹസ്രത്ത് അബൂബക്കർ ബോധക്ഷയനായി. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ സ്വയം തന്നെ ഉമർ ബിൻ ഖത്താബ് എന്ന് എഴുതി ചേർത്തു. ഹസ്രത്ത് അബൂബക്കറിന് രോഗശാന്തി ലഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു: താങ്കൾ എന്തെങ്കിലും എഴുതിയോ? അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു: അതെ, ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് എന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു: അല്ലാഹു താങ്കളിൽ കരുണ ചൊരിയട്ടെ. ഇനി താങ്കൾ സ്വന്തം പേരാണ് എഴുതിയതെങ്കിലും അതിന് താങ്കൾ യോഗ്യൻ തന്നെയാണ്. ഇനി ഇങ്ങനെ എഴുതുക: ഞാൻ എനിക്ക് ശേഷം ഉമർ ബിൻ ഖത്താബിനെ നിങ്ങളുടെ ഖലീഫയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൽ സംപ്രീതനാണ്. ഈ വസിയത്ത് തയ്യാറാക്കപ്പെട്ട ശേഷം അത് ജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ
അബൂബക്കർ ആവശ്യപ്പെട്ടു. ഹദരത്ത് ഉസ്മാൻ ആളുകളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അദ്ദേഹം താൻ സ്വതന്ത്രനാക്കിയ അടിമയുടെ കയ്യിൽ ആ എഴുത്ത് കൊടുത്തുവിട്ടു. അയാളോടൊപ്പം അപ്പോൾ ഹദരത്ത് ഉമറും ഉണ്ടായിരുന്നു. ഹദരത്ത് ഉമർ ആളുകളോട് പറഞ്ഞു, മൗനം പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയുടെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക. എന്തെന്നാൽ അദ്ദേഹം നിങ്ങളുടെ ക്ഷേമകാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ നിശബ്ദരായി അവിടെ ഇരുന്നു. അവരുടെ മുമ്പാകെ വസിയത്ത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടു. അവർ അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു. തുടർന്ന് ഹദരത്ത് അബൂബക്കർ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിശ്ചയിച്ച ഖലീഫയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലേ? ഞാൻ എന്റെ ഒരു ബന്ധുവിനെയല്ല നിങ്ങളുടെ ഖലീഫയാക്കി നിശ്ചയിച്ചിരിക്കുന്നത്, മറിച്ച് ഉമറിനെയാണ് നിങ്ങളുടെ ഖലീഫയായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അള്ളാഹു ആണ്, ഞാൻ ഇക്കാര്യത്തിൽ കൂലങ്കുഷമായി ചിന്തിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ശേഷം അദ്ദേഹം ഹദരത്ത് ഉമറിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾക്ക് ഖലീഫയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. തുടർന്ന് ഹദരത്ത് ഉമറിനെ ദൈവഭക്തി കൈക്കൊള്ളാൻ വസീയത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഉമർ, അള്ളാഹുവിനോട് ചില കടമകളുണ്ട്. അത് രാത്രി സമയത്തുള്ളതാണ്. പകൽ നേരത്ത് ചെയ്താൽ അവൻ അത് സ്വീകരിക്കുകയില്ല. ചില കടമകൾ പകൽ നേരത്ത് ചെയ്യാനുള്ളതാണ്. അത് രാത്രിയിൽ അവൻ സ്വീകരിക്കുന്നതല്ല. നിശ്ചയമായും ഫർളുകൾ പൂർത്തിയാക്കുന്നതുവരെ നഫലുകളും സ്വീകരിക്കുന്നതല്ല. അല്ലയോ ഉമർ, സത്യത്തെ പിൻപറ്റുകയും കർമ്മങ്ങളുടെ തട്ട് ഭാരിച്ചതായിരിക്കുകയും ചെയ്യുന്നവരുടെ തട്ടായിരിക്കും കയാമത്ത് നാളിൽ ഭാരമേറിയതെന്ന് നീ കാണുന്നില്ലേ? അതായത് സത്യധർമ്മങ്ങളെ പാലിക്കുന്നവരുടെ തട്ടു തന്നെയായിരിക്കും കയാമത്ത് നാളിൽ ഭാരമേറിയത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ത്രാസിനെ കുറിച്ചുള്ള ഒരു വസ്തുത ഇതാണ്: ഭാരമേറിയ കാര്യം മാത്രമേ തട്ടിൽ വയ്ക്കപ്പെടുകയുള്ളൂ. അല്ലയോ ഉമർ, കയാമത്ത് നാളിൽ തട്ട് കനം കുറഞ്ഞവരുടെ ഇത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും താണിരിക്കുന്ന തട്ട് എന്ന് താങ്കൾക്ക് അറിയില്ലേ? അവരുടെ തട്ട് താണിരിക്കുന്നത് അസത്യത്തെ പിൻപറ്റുന്ന കാരണത്തിലായിരിക്കും. അതായത് അവർ സത്യത്തെ മുറുകെ പിടിക്കുകയോ നന്മകൾ സ്വായത്തമാക്കുകയോ ചെയ്യാത്ത കാരണത്താൽ അവരുടെ തട്ടിൽ കയാമത്ത് നാളിൽ കനമുണ്ടാകുകയില്ല. ത്രാസിനെ കുറിച്ചുള്ള വസ്തുത എന്നത് അതിൽ അസത്യകാര്യങ്ങൾ വച്ചാൽ അത് കനമില്ലാത്തതായി മാറും എന്നതാണ്. അല്ലയോ ഉമർ, ഇക്കാര്യം താങ്കൾ കാണുന്നില്ലേ? സൗമ്യതയെ കുറിച്ചുള്ള ആയത്തുകൾ കാഠിന്യത്തെ കുറിച്ചുള്ള ആയത്തുകളോടൊപ്പമാണ് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കഠോരതയെ കുറിച്ചുള്ള ഖുർആനിക വചനങ്ങൾ അള്ളാഹുവിന്റെ സൗമ്യഭാവത്തെ കുറിച്ചുള്ള ഖുർആനിക വചനങ്ങളോടൊപ്പമാണ് അവതരിച്ചിട്ടുള്ളത്. അത് ഒരു വിശ്വാസി താല്പര്യത്തോടും അതോടൊപ്പം ഭയത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഭാഗത്ത് നന്മയോട് ആഭിമുഖ്യമുള്ളവനാകാനും അതുപോലെ ഒരു വിശ്വാസി മറുഭാഗത്ത് ദൈവഭയമുള്ളവനാകാനും വേണ്ടിയാണത്. അതുപോലെ അള്ളാഹുവുമായി ബന്ധമില്ലാത്ത ഒരു ആഗ്രഹവും അവൻ വച്ചു പുലർത്താതിരിക്കാൻ വേണ്ടിയാണത്. അതുപോലെ സ്വന്തം കരങ്ങളാലുള്ള ഒരു കാര്യത്തെ തൊട്ട് അവൻ ഭയക്കാതിരിക്കാനും വേണ്ടിയാണത്. അല്ലയോ ഉമർ, താങ്കൾക്കറിയില്ലേ, അള്ളാഹു നരകാവകാശികളെ കുറിച്ച് അവരുടെ ദുഷ്കർമ്മങ്ങൾ കാരണമായാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവരെ കുറിച്ച് താങ്കൾ പരാമർശിക്കുമ്പോൾ സ്വയം തന്നെ ഇങ്ങനെ പറയുക, ആത്മകഥം ചെയ്യുക, ഞാൻ അവരുടെ ഗണത്തിൽ പെടുന്നില്ലെന്ന് നിശ്ചയമായും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സ്വർഗവാസികളെ കുറിച്ച് അവരുടെ സൽക്കർമ്മങ്ങൾ കാരണമായാണ് അള്ളാഹു അവരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു അവരുടെ തിന്മകൾ പുറത്തു കൊടുത്തിരിക്കുന്നു. താങ്കൾ അവരെ കുറിച്ച് പറയുമ്പോൾ സ്വയം പറയുക, എന്റെ കർമ്മങ്ങളും അവരുടേതിന് സമാനമാണ്. ഇതെല്ലാം സ്വന്തം ഹൃദയത്തോട് ചോദിക്കുക. ഹദരത്ത് അബൂബക്കർ മരണം അടുത്തപ്പോൾ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു നൽകുക. ആ സ്വത്തിൽ നിന്നും ഒന്നും എന്റേതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബൈത്തുൽ മാലിൽ നിന്നും റേഷനായി സ്വീകരിച്ചതിന് പകരമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്റെ ഇന്ന പ്രദേശത്തുള്ള ഭൂമികൾ ഞാൻ നൽകുകയാണ്. ഈ ഭൂമിയും ഒട്ടകവും വാളിന് മൂർച്ചവെക്കുന്ന എന്റെ ദാസനും 5 ദിർഹമിന്റെ പുതപ്പ് ഇവയെല്ലാം ഞാൻ ഹദരത്ത് ഉമറിന് നൽകുന്നു. ഈ സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ ഹദരത്ത് ഉമർ പറഞ്ഞു, ഹദരത്ത് അബൂബക്കർ തന്റെ പിൻഗാമികളെ പ്രയാസത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ വിവരിക്കുന്നു, ഹദരത്ത് ഉമറിനോട് ആരോ ചോദിച്ചു, ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് താങ്കൾക്കുണ്ടായിരുന്ന കഠിന പ്രകൃതം ഇപ്പോൾ ഇല്ലല്ലോ? ഹദരത്ത് ഉമർ പറഞ്ഞു, കഠിന പ്രകൃതം അന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ അത് കാഫിരീങ്ങളെ നേരിടുമ്പോൾ പ്രകടമാകുന്നു.
എന്ന് മാത്രം. ഹജറത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹജറത്ത് അബൂബക്കറിനോട് ആരോ പറഞ്ഞു, താങ്കൾ തന്റെ കാലശേഷം ഹജറത്ത് ഉമറിനെ ഖലീഫയാക്കി നിശ്ചയിച്ചാൽ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും. കാരണം അദ്ദേഹം വളരെ കോപപ്രകൃതനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിന്റെ കോപതാപങ്ങൾ സൗമ്യമായി മാറുന്നതാണ്. ഞാൻ ജീവിതം വെടിഞ്ഞാൽ, ഞാൻ ഇല്ലാതായാൽ അദ്ദേഹം സ്വയം തന്നെ സൗമ്യപ്രകൃതനായി മാറുന്നതുമാണ്. ഹജറത്ത് ഉമറിനെ കുറിച്ച് ഹജറത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ഹജറത്ത് ഉമറിന്റെ കോപത്തെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇസ്ലാമിന് മുമ്പ് താങ്കൾ ഉഗ്രകോപിയായിരുന്നില്ലേ? അപ്പോൾ ഹജറത്ത് ഉമർ പറഞ്ഞു, കോപം അങ്ങനെ തന്നെ ഇപ്പോഴുമുണ്ട്, പക്ഷെ മുമ്പ് അത് അനുചിതമായി പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഔചിത്യ ദീക്ഷ അനുസരിച്ച് അത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അതായത് ഇപ്പോൾ അസ്ഥാനത്തല്ല കോപം ഞാൻ പ്രകടിപ്പിക്കുന്നത്. ജാമി ബിൻ ഷദ്ദാദ് ഏതോ തന്റെ അടുത്ത ബന്ധമുള്ള ഒരാളിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ ബിൻ ഖത്താബ് ഇപ്രകാരം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി, അല്ലാഹുവേ, ഞാൻ വളരെ ദുർബലനാണ്, എനിക്ക് ശക്തി പകർന്നാലും. ഞാൻ കഠിനപ്രകൃതനാണ്, എന്നെ സൗമ്യശീലനാക്കിയാലും. ഞാൻ ലുബ്ധനാണ്, എന്നെ ഉദാരമതിയാക്കിയാലും. ഹദരത്ത് ഉമർ ഖലീഫയായ ശേഷം നടത്തിയ ആദ്യ പ്രഭാഷണത്തെ കുറിച്ചും വിവിധ നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹുമൈദ് ബിൻ ഹിലാൽ നിവേദനം ചെയ്യുന്നു, ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് വഫാത്തായ സമയത്ത് അവിടെ ഹാജരായിരുന്ന ഒരു വ്യക്തി ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, ഹദരത്ത് അബൂബക്കറിന്റെ കബറടക്കം കഴിഞ്ഞപ്പോൾ ഹദരത്ത് ഉമർ തന്റെ കരങ്ങളിലുള്ള കബറിന്റെ മണ്ണ് കുടഞ്ഞ ശേഷം മുന്നോട്ടേക്ക് വന്ന് ജനങ്ങളോട് പറഞ്ഞു, അല്ലാഹു നിങ്ങളെ ഞാൻ മുഖേനയും എന്നെ നിങ്ങൾ മുഖേനയും പരീക്ഷിച്ചിട്ടുണ്ട്. എന്റെ 2 പ്രിയ സുഹൃത്തുക്കൾക്ക് ശേഷം അവർ നിങ്ങൾക്കായി എന്നെ ബാക്കി വച്ചിരിക്കുന്നു. അല്ലാഹു ആണ്, നിങ്ങളെക്കുറിച്ച് എന്റെ മുമ്പിൽ എന്ത് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാലും ഞാൻ നേരിട്ട് തന്നെ അതിൽ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. എന്നാൽ എന്റെ പരിധിയിൽ പെടാത്ത കാര്യമാണെങ്കിൽ അത് അന്വേഷിക്കാൻ ഞാൻ പ്രാപ്തരും വിശ്വസ്തരുമായിട്ടുള്ളവരെ നിശ്ചയിക്കുന്നതാണ്. അതായത് അക്കാര്യം എന്താണെന്ന് അറിയുന്നതിനും സത്യാവസ്ഥ കണ്ടെത്തുന്നതിനുമായി പ്രത്യേകമായി ആരെയെങ്കിലും ഞാൻ നിയമിക്കുന്നതാണ്. ജനങ്ങൾ നല്ല നിലയിൽ പെരുമാറിയാൽ ഞാനും അവരോട് നല്ല നിലയിൽ പെരുമാറുന്നതാണ്. ഇനി മോശമായാണ് അവർ പെരുമാറുന്നതെങ്കിൽ അതനുസരിച്ച് ഞാൻ അവരോടും പെരുമാറുന്നതാണ്, അവരെ ശിക്ഷിക്കുന്നതാണ്. ഹസൻ പറയുന്നു, ഹദരത്ത് ഉമർ ആദ്യമായി ഖലീഫയായ ശേഷം നടത്തിയ പ്രഭാഷണം ഇതായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു, അമ്മാബാദ്, ഞാൻ നിങ്ങൾ മുഖേന പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മുഖേനയും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ 2 സുഹൃത്തുക്കൾക്ക് ശേഷം നിങ്ങൾക്കായി എന്നെ അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പാകെ വരുന്ന കാര്യത്തെ നാം സ്വയം പരിശോധിക്കുന്നതായിരിക്കും. നമ്മുടെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണെങ്കിൽ അതിനായി നാം ശക്തരും വിശ്വസ്തരുമായവരെ നിയോഗിക്കുന്നതാണ്. നന്മ ചെയ്യുന്നവനെ നാം കൂടുതൽ നല്ല നിലയിലാക്കുകയും തിന്മ ചെയ്യുന്നവനെ നാം ശിക്ഷിക്കുന്നതുമാണ്. അള്ളാഹു നിങ്ങൾക്കും അതുപോലെ എനിക്കും പൊറത്തു തരുമാറാകട്ടെ. ജാമി ബിൻ ഷദ്ദാദ് തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ മിമ്പറിൽ കയറിയ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വാചകങ്ങൾ ഇതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഷദീദുൻ ഫലയ്യിനി വ ഇന്നി ലൈഫുൻ ഫഖവ്വിനി വ ഇന്നി ബഖീലുൻ ഫസഖിനി. അതായത്, അല്ലാഹുവേ, ഞാൻ കഠിനപ്രകൃതനാണ്, നീ എന്നെ സൗമ്യശീലനാക്കിയാലും. ഞാൻ ബലഹീനനാണ്, നീ എന്നെ ശക്തനാക്കിയാലും. ഞാൻ പിശുക്കനാണ്, നീ എന്നെ ദാനശീലനാക്കിയാലും. ജാമി ബിൻ ഷദ്ദാദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ ഖലീഫയായപ്പോൾ അദ്ദേഹം മിമ്പറിൽ കയറി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇവിടെ പറയുന്നതാണ്, നിങ്ങൾ അവയ്ക്ക് ശേഷം ആമീൻ പറയണം. ഹദരത്ത് ഉമർ ഖലീഫ ആയ ശേഷം പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ അതായിരുന്നു. ഹുസൈൻ മൗരി നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ പറയുകയുണ്ടായി, അറബികളുടെ മൂക്കയർ കെട്ടിയ ഒട്ടകത്തിനോട് അറബികളെ ഉപമിക്കാവുന്നതാണ്. അത് തന്നെ ആ ഒട്ടകം തന്നെ നയിക്കുന്ന വ്യക്തിയുടെ പിറകെ നടക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ എങ്ങോട്ടേക്കാണ് നയിക്കേണ്ടത്, വലിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാബയുടെ നാഥനെ തൊട്ട് സത്യം, ഞാൻ അവരെ തീർച്ചയായും നേർമാർഗത്തിൽ നയിക്കുന്നതാണ്. ഇതിനു മുമ്പ് വിവരിച്ച നിവേദനത്തിൽ ആമീൻ പറയാൻ പറഞ്ഞിരുന്നു. അതിന്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൂക്കയറിട്ട ഒട്ടകത്തെ കുറിച്ചുള്ള പരാമർശം തന്നെ ആയിരിക്കാം അതേ തുടർന്നുണ്ടാകുക. എന്തായാലും
ഹദരത്ത് ഉമർ ഖലീഫ ആയിട്ട് 3-ാം ദിവസം ഒരു സുദീർഘമായ സംഭാഷണം നടത്തിയിരുന്നു. ജനങ്ങൾ തന്നെ ഭയന്നിരിക്കുകയാണ് എന്ന് ഹദരത്ത് ഉമറിന് വിവരം ലഭിച്ചപ്പോൾ അസ്സലാത്തു ജാമിയോൻ, നമസ്കാരത്തിനായി ഒത്തുചേരുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറയപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങി. ഹസരത്ത് അബൂബക്കർ മിമ്പറിൽ കാലുവെക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് ഹസരത്ത് ഉമർ കയറിയിരുന്നു. ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൂടി എന്നായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നേരെ നിന്നു. അള്ളാഹുവിന്റെ യശസ്സിന് ചേർന്ന നിലയിൽ സ്തുതിവചനങ്ങൾ പറയുകയും വാഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ അദ്ദേഹം സ്വലാത്ത് ചൊല്ലി. തുടർന്ന് പറഞ്ഞു, എന്റെ കോപപ്രകൃതം കാരണം ജനങ്ങൾ ഭയന്നിരിക്കുന്നുവെന്നും എന്റെ കഠിന പ്രകൃതം നിമിത്തം ജനങ്ങൾ പരിഭ്രമിച്ചിരിക്കുന്നുവെന്നും എനിക്ക് അറിയാനിടയായി. അതുപോലെ ജനങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുവെന്നും ഞാൻ അറിയുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴും ഹസ്രത്ത് ഉമർ ഞങ്ങളുടെ മേൽ കഠിനമായി പെരുമാറിയിരുന്നു. ഹസ്രത്ത് അബൂബക്കറിന്റെ ഭരണകാലത്തും ഞങ്ങളോട് അദ്ദേഹം കഠിനമായി പെരുമാറിക്കൊണ്ടിരുന്നു. ഇനി എല്ലാ ഭരണാധികാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കെ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരായാലും അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ തിരുനബിയുടെ ദാസനും സേവകനുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യശീലവും ഹൃദയകാരുണ്യവും എത്രയെന്ന് ആർക്കും തിട്ടപ്പെടുത്താനാകുകയില്ല. അതിന്റെ പേരിൽ അള്ളാഹു തിരുനബിക്ക് വിശേഷണ നാമവും നൽകിയിട്ടുണ്ട്. തിരുനബിയെ അവൻ തന്റെ 2 സിഫത്തുകളായ റഊഫും റഹീം, അതായത് സൗമ്യനും കാരണവാനും എന്നീ സിഫത്തുകൾ നൽകി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഊരിപ്പിടിച്ച വാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്നെ ഉറയിൽ വയ്ക്കാനും അതുപോലെ സ്വേച്ഛപ്രകാരം പുറത്തെടുത്ത ആളുകളെ ഖണ്ഡിക്കാനായി വിടാനും അധികാരമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും വരെ ആ സ്ഥിതി തുടർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ സംപ്രീതനായിരുന്നു മരണസമയത്തും. അള്ളാഹുവിന് നന്ദി, അക്കാരണത്താൽ ഞാൻ ഭാഗ്യവാൻ തന്നെ. ശേഷം അബൂബക്കർ ജനങ്ങൾക്കിടയിൽ ഭരണമേറ്റു. നിങ്ങളിൽ ആരും അദ്ദേഹത്തിനുണ്ടായിരുന്ന സൗമ്യ ഹൃദയത്വവും അതുപോലെ കൃപയും സൗമ്യ പ്രകൃതവും നിഷേധിക്കാൻ തരമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സേവകനും സഹായകനുമായിരുന്നു. ഞാൻ എന്റെ കഠിന പ്രകൃതത്തെ അദ്ദേഹത്തിന്റെ സൗമ്യ പ്രകൃതവുമായി ലയിപ്പിക്കുമായിരുന്നു. ഞാൻ ഒരു ഊരിപ്പിടിച്ച വാളായി അദ്ദേഹത്തിന്റെ കൈകളിൽ നിലകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് സ്വേച്ഛപ്രകാരം എന്നെ ഉറക്കകത്ത് വെക്കാനോ അല്ലെങ്കിൽ തുറന്നുവിട്ട് സംഹാരം നടത്താൻ അനുവദിക്കാനോ പറ്റുമായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെ ഞാൻ തുടർന്നു. അദ്ദേഹം മരിക്കുന്നത് എന്നിൽ സംപ്രീതനായിട്ട് തന്നെയായിരുന്നു. അൽഹംദുലില്ലാ, അക്കാര്യത്തിലും ഞാൻ ഭാഗ്യവാനാണ്. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ മേൽനോട്ടക്കാരനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കുണ്ടായിരുന്ന ഉഗ്രകോപത്തിന് ഇപ്പോൾ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മേൽ അക്രമവും അതിക്രമവും കാണിക്കുന്നവർക്ക് മുമ്പാകെ അത് പഴയപടി തന്നെ പ്രകടമാകുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ കോപം തണുത്തു എങ്കിലും ശത്രുക്കൾക്ക് മുമ്പാകെ കോപം എന്തായാലും പ്രകടമാകുന്നതാണ്. അതുമാത്രമല്ല, സൽസ്വഭാവികളും ദീനുമുള്ളവരും അതുപോലെ ശ്രേഷ്ഠരായവരുടെയും കാര്യത്തിൽ ഞാൻ അവർ പരസ്പരം കാണിക്കുന്നതിലും കൂടുതൽ അവരോട് സൗമ്യമായി ഞാൻ പെരുമാറുന്നതായിരിക്കും. എന്നാൽ അന്യരുടെ മേൽ അക്രമവും അതിക്രമവും കാണിക്കുന്ന ഒരുത്തനെ കണ്ടാൽ ഞാൻ അവന്റെ ഒരു കവിൾ നിലത്ത് അമർത്തി മറ്റേ കവിളിൽ ചവിട്ടി പിടിക്കുകയും നീതിധർമ്മങ്ങൾ എന്താണെന്ന് അവനെ നല്ലവണ്ണം പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതായത് അപ്പോൾ ഞാൻ കാഠിന്യം കാണിക്കുന്നതാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഞാൻ നിങ്ങളോട് അത് ഇവിടെ തുറന്നു പറയുകയാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ സാധിക്കും. നിങ്ങളോടുള്ള എന്റെ കടമ ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമ്പത്ത് ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാതിരിക്കുക എന്നതാണ് നിങ്ങളോടുള്ള കടമ. അതുപോലെ യുദ്ധം മുതലായി നിങ്ങൾക്കായി അള്ളാഹു നൽകിയതിൽ നിന്നും ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നതൊഴികെ മറ്റൊരു കാര്യത്തിനുമായും അത് പിടിച്ചു വെക്കാതിരിക്കുകയും എന്റെ നിങ്ങളോടുള്ള ബാധ്യതയാണ്. ആ സ്വത്ത് ഉചിതമായ നിലയിൽ ചെലവഴിക്കാനും നിങ്ങളോട് ഞാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അലവൻസും സ്റ്റൈപ്പൻഡും തന്നുകൊണ്ടിരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളെ നാശഘട്ടത്തിൽ ഇടാതിരിക്കുകയും അത്തരമൊരു അവസ്ഥയിലാക്കാതിരിക്കുകയും ചെയ്യുക എന്റെ കടമയാണ്. നിങ്ങൾ സൈന്യത്തിൽ ചേർന്ന് വീട്ടിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഭാര്യാമക്കളുടെ രക്ഷാകർത്താവാകുകയും ചെയ്യുക എന്റെ കടമയാണ്. ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുകയും അള്ളാഹുവിനോട് നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപപ്രവൃത്തി
പാപപ്രവൃത്തി അർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തെ കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, മുസ്ലിങ്ങളുടെ കൺമുമ്പാകെ എപ്പോഴും തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ എന്ന ആയത്ത് ഉണ്ടായിരുന്നു. അതായത് അധികാരം എന്ന അമാനത്ത് സൂക്ഷിപ്പ് മുതൽ അതിന് യോഗ്യതയുള്ളവർക്കും അതുപോലെ സംഘടനാ പാഠവുമുള്ളവർക്കും മാത്രം നൽകുക. അതുപോലെ ഈ അമാനത്ത് നിക്ഷിപ്തമായ ആളുകൾ എപ്പോഴും ശരീഅത്തിന്റെ കൽപ്പനയായ നീതിബോധത്തോടും വിശ്വസ്തയോടും ഭരിക്കുക എന്ന കാര്യത്തെ മുന്നിൽ വയ്ക്കണം. നിങ്ങൾ നീതി അവഗണിക്കുകയും വിശ്വസ്തതയെ പരിഗണിക്കാതിരിക്കുകയും ഈ അമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചന കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് കണക്ക് ചോദിക്കുന്നതും അവൻ ആ അപരാധത്തിന് നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ പ്രകൃതത്തിൽ വളരെയധികം സ്വാധീനമുളവാക്കി. അവ എത്ര കണ്ട് മുന്തി നിന്നു എന്നാൽ പ്രകടമായ നിലയിൽ തന്നെ അത് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത് കാണുമ്പോൾ ആർക്കും രോമാഞ്ചം ഉണ്ടാകുന്നു. ഹദ്രത്ത് ഉമർ എന്ന ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി എത്രയധികം ത്യാഗനിർഭരമായി പ്രവർത്തിച്ചിരുന്നെന്നാൽ രാപ്പകൽ ഭേദമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ആക്ഷേപങ്ങൾ ഉതിർത്തുകൊണ്ടിരിക്കുകയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തോടെ നൗസുബില്ലാഹ് തിരുനബി നീതിയോടെ പ്രവർത്തിച്ചില്ലെന്ന് എഴുതുകയും ചെയ്യുന്ന യൂറോപ്യൻ ഓറിയന്റലിസ്റ്റുകൾ അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ ഇരുവരും എത്രയധികം ത്യാഗമനോഭാവത്തോടും അത്യധ്വാനത്തോടും കൂടി പ്രവർത്തിച്ചിരുന്നു എന്നാൽ ആ അധ്വാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും മറ്റൊരു ഭരണാധികാരന്മാരിലും സമാനതകൾ കാണാനാകില്ലെന്ന് അവർ ഏറ്റുപറയാൻ നിർബന്ധിതരായിത്തീരുന്നു. വിശിഷ്യ ഹദ്രത്ത് ഉമറിനെ അവർ വളരെയധികം പ്രശംസിക്കുന്നു. അവർ പറയുന്നു, ഈ വ്യക്തി അഹോരാത്രം അതിയായ താല്പര്യത്തോടെ ഇസ്ലാമിക നിയമങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപോലെ മുസ്ലിങ്ങളുടെ അഭിവൃദ്ധിക്കായി തന്റെ കടമകൾ നിറവേറ്റുകയും ചെയ്തു. എന്നാൽ ഉമർ സ്വയം എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് തന്നെ കുറിച്ച്? അദ്ദേഹം ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടും ആയിരക്കണക്കിന് ത്യാഗങ്ങൾ കാഴ്ചവെച്ചിട്ടും ആയിരക്കണക്കിന് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ എപ്പോഴും ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ എന്ന ആയത്തും അതുപോലെ വൈദ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ എന്ന ആയത്തും ഉണ്ടായിരുന്നു. അതായത് അള്ളാഹു നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിനായി നിയോഗിച്ചാൽ നിങ്ങളുടെ രാജ്യവാസികളും നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളും ഭരണത്തിനായി നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ നീതിയോടെ വർത്തിക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുപോലെ നിങ്ങൾ തങ്ങളുടെ സർവ്വ കഴിവുകളും മനുഷ്യരാശിയുടെ ഉത്കർഷത്തിനും ക്ഷേമത്തിനുമായി ചെലവഴിക്കുകയും വേണം. ഹദ്രത്ത് ഉമറിനെതിരെ നടന്ന വധശ്രമം എത്ര വേദനാജനകമാണ് എന്ന് നോക്കുക. അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അക്രമകാരി എന്ന് കരുതി ഒരു വ്യക്തി അജ്ഞതയും ജഹാലത്തും കാരണം കത്തുകൊണ്ട് ആക്രമിക്കുകയും അദ്ദേഹത്തിന് തന്റെ ആസന്ന മരണം സുനിശ്ചിതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ കിടക്കയിൽ വളരെയധികം വേദന കൊണ്ട് പൊളയുകയും ആവർത്തിച്ച് അല്ലാഹുമ്മ ലാ അലയ്യ വലാ അലി, അല്ലാഹുമ്മ ലാ അലയ്യ വല അലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതായത് അള്ളാഹുവേ, നീ എന്നെ ഭരണം ഏൽപ്പിച്ചു, എനിക്ക് ഒരു അമാനത്ത് ഏൽപ്പിച്ചു, ഞാൻ അതിനെ യഥാർഹം നിറവേറ്റിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്റെ മരണസമയം അടുത്തിരിക്കുന്നു. ഞാൻ ലോകത്തോട് വിട ചൊല്ലി നിന്റെ സമക്ഷം വരാൻ പോകുകയാണ്. അല്ലയോ എന്റെ നാഥ, ഞാൻ എന്റെ കർമ്മങ്ങൾക്ക് പകരമായി ഒരു സൽപ്രതിഫലവും നിന്നോട് ചോദിക്കുന്നില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്നിൽ കരുണ ചെയ്ത് എനിക്ക് പുറത്തു തരണമെന്നാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ എന്റെ ഭാഗത്തു നിന്നും വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമേ. ഉമർ എന്ന മഹാപ്രതാപശാലിയായ വ്യക്തിയുടെ നീതിന്യായങ്ങൾക്ക് സമാനതകൾ ലോകത്തിന്റെ തിരശ്ശീലയിൽ വളരെ കുറച്ചു മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വൈദ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ എന്ന കൽപ്പനയെ മുൻനിർത്തിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം തന്റെ മരണസമയത്ത് ഒരുപാട് അസ്വസ്ഥതയും പരിവശവും അനുഭവിച്ചിരുന്നു. രാജ്യക്ഷേമത്തിനായി അദ്ദേഹം അർപ്പിച്ച എല്ലാ സേവനങ്ങളും, ജനക്ഷേമ താല്പര്യാർത്ഥം അദ്ദേഹം അനുഷ്ഠിച്ച സേവനങ്ങളും, ഇസ്ലാമിന്റെ പുരോഗതിക്കായി അദ്ദേഹം കാഴ്ചവെച്ച സേവനങ്ങളുമെല്ലാം അദ്ദേഹം സ്വയം തന്നെ വളരെ നിസ്സാരമായി കണക്കാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെ ശ്രേഷ്ഠമായി കണ്ടിരുന്ന സേവനങ്ങളും അദ്ദേഹത്തിന്റെ രാജ്യത്താകമാനമുള്ള എല്ലാ അമുസ്ലിം സമുദായങ്ങളും അത്യന്തം ഉത്തമമായി കണ്ടിരുന്ന സേവനങ്ങളും, അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള സ്വന്തക്കാർക്കും അന്യർക്കും മാത്രമല്ല അന്യരാജ്യങ്ങളിലെ ജനങ്ങൾക്കും വളരെ മികച്ചതായി തോന്നിയിരുന്ന സേവനങ്ങളും അദ്ദേഹത്തിന് സ്വയം നിസ്സാരമായി തോന്നിയിരുന്നു. അതുപോലെ അന്നത്തെ കാലത്തുണ്ടായിരുന്നവർക്ക് മാത്രമല്ല ഇന്ന് 13 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ യജമാന പ്രഭുവിനുമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുമേൽ ആക്രമണം നടത്തുന്നതിൽ നിന്നും
ഒട്ടും മാറി നിൽക്കാത്ത ആൾക്കാർ പോലും ഉമറിന്റെ സേവനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉമർ തന്റെ ഉജ്ജ്വല പ്രവർത്തനങ്ങളിൽ ഒരു അതുല്യ പ്രതിഭയായിരുന്നു എന്ന് സ്മരിക്കുന്നു. ഇത്തരം സേവനങ്ങളെല്ലാം ഹസ്രത്ത് ഉമറിന്റെ സ്വയം ദൃഷ്ടിയിൽ നിസ്സാരമായി അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹം വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ലാ അലയ്യ വല അലി, അല്ലയോ നാഥ, എനിക്ക് ഒരു അമാനത്ത് ഭരമേൽക്കപ്പെട്ടിരിക്കുന്നു. എനിക്കറിയില്ല ഞാനതിന്റെ കടമകൾ യഥാർത്ഥം നിറവേറ്റിയോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇത്രമാത്രം ചോദിക്കുന്നു, നീ എന്റെ അപരാധങ്ങൾ പൊറുക്കണമേ, എന്നെ ശിക്ഷയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ. ഒരു പ്രഭാഷണം ദുനിയാ കാ മുഹ്സിൻ എന്ന ഒരു പ്രഭാഷണത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് ഉമർ എന്ന വ്യക്തി, ഈ പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളതാണ്. ക്രിസ്തീയ ചരിത്ര ഗ്രന്ഥകാരന്മാർ എഴുതിയിരിക്കുന്നത് ഹസ്രത്ത് ഉമറിനെ പോലെ ലോകത്ത് ഒരാളും ഭരണം നടത്തിയിട്ടില്ല എന്നാണ്. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിക്കുന്നു, എന്നാൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം സ്വീകരിച്ചിരുന്ന അദ്ദേഹം മരണസമയത്ത് പോലും പ്രത്യാശ നിർഭരമായ നിലയിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ കീഴിൽ തനിക്ക് അള്ളാഹുവെ ഇടം നൽകണമേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെങ്കിൽ പോലും അത് ദൈവപ്രീതിക്ക് വേണ്ടിയല്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഹസ്രത്ത് ഉമറിനെ പോലുള്ള ഒരു വ്യക്തി ഇത്രയും മഹിത സ്ഥാനത്ത് എത്തിയിട്ടും തിരുനബിയുടെ കാൽക്കീഴിൽ തനിക്ക് ഇടം ലഭിക്കണമേ എന്ന് ആഗ്രഹിക്കുമോ? ഹസ്രത്ത് മുസ്ലിം മൗദ് ഇവിടെ സമർത്ഥിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വവും തിരുനബിയുടെ ശിക്ഷണവും കാരണമായാണ് ഹസ്രത്ത് ഉമറിൽ ഈ നീതിബോധവും ദൈവഭയവും സംജാതമായത് എന്നാണ്. ഹസ്രത്ത് ഉമർ അഹ്ലെ ബൈത്തിനോട്, റസൂലുള്ളാഹിയുടെ കുടുംബത്തോട് എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്നതിനെ കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് ഇപ്രകാരം എഴുതുന്നു, ഹസ്രത്ത് ആയിഷ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നീണ്ട കാലം ജീവിച്ചിരുന്നു. ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് ഇറാൻ വിജയം ലഭിച്ചപ്പോൾ അവിടെ നിന്ന് ഗോതമ്പ് പൊടിക്കുന്ന കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നു. അതുപയോഗിച്ച് വളരെ നേർത്ത ഗോതമ്പ് പൊടി തയ്യാറാക്കാൻ സാധിക്കുമായിരുന്നു. ഏറ്റവും ആദ്യമായി മദീനയിൽ ആ യന്ത്രം സ്ഥാപിച്ചപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് ആദ്യമായി പൊടിച്ച നേർത്ത ആട്ട ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉപഹാരമായി സമർപ്പിക്കണമെന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൽപ്പനാനുസരണം ആ നേർത്ത മൈദ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമക്ഷം അദ്ദേഹം അയക്കുകയുണ്ടായി. അവരുടെ ഭൃത്യ ആ ആട്ട കൊണ്ട് നേർത്ത ചപ്പാത്തികൾ തയ്യാറാക്കി. ഇത്തരം ഒരു ആട്ട മുമ്പ് ഒരിക്കലും കാണാത്തതിനാൽ മദീനയിലെ സ്ത്രീജനങ്ങളെല്ലാം ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തടിച്ചുകൂടി. ആ ആട്ട എപ്രകാരമുള്ളതാണ്, അതിനെ കൊണ്ടുണ്ടാക്കിയ റൊട്ടികൾ എത്ര മിനുസമേറിയതാണ് എന്ന് നോക്കാനായി അവർ വന്നു. വീട്ടുമുറ്റം സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു. ആ ആട്ട കൊണ്ട് റൊട്ടി ഉണ്ടാക്കിയത് കാണാനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സ്ത്രീകളെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു. അവരോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കരുതുന്നുണ്ടാകുക എന്തെങ്കിലും പ്രത്യേക ഇനം ആട്ടയായിരിക്കും അത് എന്നാകും. അതൊരു പ്രത്യേക ആട്ടയുമായിരുന്നില്ല. നിങ്ങൾ ദിവസവും റൊട്ടി ഉണ്ടാക്കുന്ന ആട്ടയെക്കാളും ഗുണമേന്മ ഇല്ലാത്ത ആട്ടയായിരുന്നു അത്. ഇന്ന് നിങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവർ കഴിക്കുന്ന ആട്ടയെക്കാളും താഴ്ന്ന നിലവാരമുള്ളതായിരിക്കും അത് ചിലപ്പോൾ. എന്നാൽ അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ആട്ടയേക്കാൾ വളരെ ഗുണമേന്മയേറിയ ആട്ടയായിരുന്നു അത്. എന്തായാലും ആ ആട്ട കൊണ്ടുള്ള റൊട്ടികൾ തയ്യാറായി. സ്ത്രീകൾ അതുകൊണ്ട് അമ്പരന്നു പോയി. അവർ വർദ്ധിതമായ ആശ്ചര്യത്തോടെ ആ റൊട്ടി തങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് സ്പർശിക്കുകയും എത്ര മൃദുലമായ റൊട്ടി എന്ന് അനിയന്ത്രിതമായി പറയുകയും ചെയ്തു. ഇതിലും മികച്ച ആട്ട ലോകത്തുണ്ടാകുമോ എന്ന് അവർ കരുതി. റൊട്ടി തയ്യാറായി. എന്നാൽ അവിടെ ഹസ്രത്ത് ആയിഷയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒരു സംഭവ കഥ തുടങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എത്ര വികാരഭരിതയായാണ് ഹസ്രത്ത് ആയിഷ സ്മരിക്കുന്നത് എന്ന് നോക്കുക. ഹസ്രത്ത് ആയിഷ ആ ചെറിയ റൊട്ടിയിൽ നിന്നും ഒരു കഷ്ണം മുറിച്ചെടുത്തു. എന്നിട്ട് അത് വായിലിട്ടു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം വളരെ കൗതുകത്തോടെ ഹസ്രത്ത് ആയിഷയുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം കാണാനായി പ്രതീക്ഷയോടെ കാത്തുനിന്നു. അത് കഴിച്ചാൽ ഹസ്രത്ത് ആയിഷ വളരെ ആനന്ദത്തിലാകും. വളരെ മിനുസമേറിയ റൊട്ടിയാണ്. വളരെ ആസ്വദിച്ച് അത് കഴിക്കും. വളരെ സന്തുഷ്ടയായി അവർ കാണപ്പെടും.
അതിവിചിത്രമായ രസാനുഭൂതി അവർക്കുണ്ടാകും എന്നെല്ലാം ആയിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ ഹസ്രത്ത് ആയിഷയുടെ വായിൽ ആ റൊട്ടി കഷ്ണം ചെന്നതും ആരോ തൊണ്ട പിടിച്ച് അമർത്തിയ പോലെ അവരുടെ വായിൽ തന്നെ അത് കുരുങ്ങി നിന്നു. അവരുടെ കണ്ണുകൾ അശ്രുധാര പൊഴിക്കുകയും ചെയ്തു. സ്ത്രീകൾ പറഞ്ഞു, അല്ലയോ മഹദി, വളരെ നല്ല ആട്ടയാണല്ലോ ഇത്. റൊട്ടി ഒരു രക്ഷയുമില്ലാത്ത വിധം വളരെ മൃദുലവുമാണ്. എന്നാൽ താങ്കൾക്ക് എന്തു പറ്റി? അത് തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന പോലെയുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഈ ആട്ടയ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ? ഹസരത്ത് ആയിഷ പറയുന്നു, ആട്ടയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇത് വളരെ മിനുസമേറിയ ആട്ടയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതുപോലെയുള്ളത് ഒരിക്കലും ഞാൻ കഴിച്ചിട്ടുമില്ല. എന്നാൽ ഈ ആട്ടയ്ക്ക് വല്ല പോരായ്മയും ഉള്ളത് കൊണ്ടല്ല എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത്. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനാളുകൾ ഓർമ്മ വന്നു. തിരുനബിക്ക് ബലഹീനത വന്നിരുന്നു. ആ സമയത്ത് വളരെ കടുപ്പമുള്ള വസ്തുക്കളൊന്നും തിരുനബിക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അന്നാളുകളിലും ഞങ്ങൾ ആട്ടുകല്ലുകൊണ്ട് ഗോതമ്പ് അരച്ച് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു തിരുനബിക്ക് കഴിക്കാനായി കൊടുത്തിരുന്നത്. എന്നിട്ട് പറഞ്ഞു, ആരുടെ മഹാത്മ്യം കാരണമായാണ് നമുക്ക് ഇന്ന് ഈ അനുഗ്രഹങ്ങൾ കൈവന്നത്? ആ വ്യക്തി ഇതൊന്നും അനുഭവിക്കാതെ നമ്മെ വിട്ടുപോയി. എന്നാൽ ആ വ്യക്തി മുഖേന ലഭിച്ച ഈ അന്തസ്സും അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് അവർ ആ റൊട്ടി കഷ്ണം തുപ്പിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ നിന്നും ഇത് എടുത്തു കൊണ്ടുപോകുക. എനിക്ക് ഇത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ഓർമ്മ വരികയും തൊണ്ടയ്ക്ക് കുടുങ്ങുകയും ചെയ്യുന്നു. ഈ റൊട്ടി എനിക്ക് കഴിക്കാനാകുകയില്ല. ഹസ്രത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അൽ മദായിൻ പിടിച്ചടക്കിയപ്പോൾ അത് ഖുസ്രോയുടെ തട്ടകമായിരുന്നു. ഹസ്രത്ത് ഉമർ മസ്ജിദിൽ മൃഗത്തിന്റെ തൊലിയുടെ പരവതാനി വിരിക്കാൻ ആജ്ഞാപിച്ചു. അതിൽ കൂട്ടിയിട്ട യുദ്ധമുതലുകളെ കുറിച്ചും അദ്ദേഹം കൽപ്പന നൽകി. ഏറ്റവും ആദ്യമായി യുദ്ധം മുതൽ നൽകിയത് ഹസ്രത്ത് ഹസൻ ബിൻ അലിക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്നും എനിക്ക് അവകാശപ്പെട്ടത് നൽകിയാലും. അപ്പോൾ ഹസ്രത്ത് ഉമർ അതീവ പ്രസന്നതയോടും അന്തസ്സോടും കൂടി അദ്ദേഹത്തിന് 1000 ദിർഹം നൽകാനായി കൽപ്പിച്ചു. അതിനുശേഷം ഹസൻ പോയപ്പോൾ ഹസ്രത്ത് ഹുസൈൻ ബിൻ അലി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്നും എന്റെ പങ്ക് എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്രത്ത് ഉമർ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി 1000 ദിർഹം അദ്ദേഹത്തിന് നൽകാനായി കൽപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും അള്ളാഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകിയ ധനത്തിൽ നിന്നും എന്റെ ഭാഗം എനിക്ക് നൽകിയാലും എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഹസ്രത്ത് ഉമർ വളരെ പ്രസന്നതയോടും അഭിമാനത്തോടും കൂടി അദ്ദേഹത്തിന് 500 ദിർഹം നൽകാൻ കൽപ്പിച്ചു. അപ്പോൾ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ പറഞ്ഞു, ഞാനൊരു ശക്തനായ പുരുഷനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വാൾ പ്രയോഗം നടത്തിയ വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ഹസനും ഹുസൈനും കുട്ടികളായിരുന്നു. അവർ മദീനയിലെ തെരുവോരങ്ങളിൽ കറങ്ങി നടക്കുന്ന കാലമായിരുന്നു അത്. അവർ രണ്ടുപേർക്കും താങ്കൾ 1000 ദിർഹം വീതം നൽകി. എനിക്കാണെങ്കിലും 500 ദിർഹമാണ് നൽകിയത്. അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പോയിട്ട് അവർക്കുള്ളതുപോലെയുള്ള ഒരു പിതാവിനെ എനിക്ക് കാണിച്ചു തരിക, അവർക്കുള്ളതുപോലെയുള്ള ഒരു മാതാവിനെയും കാണിച്ചു തരിക, അവർക്കുള്ളതുപോലെയുള്ള മാതാമഹനെയും എനിക്ക് വേണ്ടി കാണിച്ചു തരിക, അവർക്കുള്ളതുപോലുള്ള ഒരു മാതാമഹിയെയും നീ എനിക്ക് കാണിച്ചു തരിക, അവർക്കുള്ള പോലെ ഒരു പിതൃവിനെയും നീ നിനക്കുള്ളതായി കാണിച്ചു തരിക, അവർക്കുള്ളതുപോലെയുള്ള ഒരു മാതൃ സഹോദരിയെയും നീ കൊണ്ടുവരിക. എന്നാൽ ഒരിക്കലും തന്നെ നിനക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. അബു ജാഫറിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് ഉമർ ആളുകൾക്കായി സ്റ്റൈപ്പൻഡ് നിശ്ചയിക്കാൻ തീരുമാനിച്ചു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് മറ്റെല്ലാവരുടേതിനേക്കാളും ശ്രേഷ്ഠമായിരുന്നു. ആളുകൾ പറഞ്ഞു, ആദ്യം താങ്കൾ സ്വന്തം സ്റ്റൈപ്പൻഡ് നിശ്ചയിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ അതിന് തുടക്കം കുറിച്ചു. ആദ്യം ഹസ്രത്ത് അബ്ബാസിനും രണ്ടാമതായി ഹസ്രത്ത് അലിക്കും സ്റ്റൈപ്പൻഡ് നിശ്ചയിച്ചു. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് ഹസ്രത്ത് ഇമാം ഹസനെയും ഹസ്രത്ത് ഇമാം ഹുസൈനെയും വളരെയധികം ആദരിക്കുമായിരുന്നു. രണ്ടുപേരെയും ഒട്ടക സവാരി ചെയ്യിപ്പിക്കുകയും അവരുടെ പിതാവിന് കൊടുക്കുന്ന പോലെ തന്നെ അവർക്കും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ഒരു തവണ യമനിൽ നിന്നും കുറച്ച് ജോഡി വസ്ത്രങ്ങൾ വന്നു. അപ്പോൾ അദ്ദേഹം അവ സ്വഹാബാക്കളുടെ മക്കളുടെ ഇടയിൽ വിതരണം ചെയ്തു. എന്നാൽ അവർ രണ്ടുപേർക്കും അതിൽ നിന്നും ഒന്നും കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് പറ്റിയ ഒന്നും അതിലുണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം യമനിലെ തന്റെ കീഴുദ്യോഗസ്ഥന് സന്ദേശം അയച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പറ്റിയ നിലയുള്ള ജോഡി വസ്ത്രങ്ങൾ വരുത്തിച്ചു. ഇൻഷാ അല്ലാഹ് ഈ വിവരണം ഇനിയും തുടരുന്നതാണ്. ഇപ്പോൾ ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. ശേഷം അവരുടെ ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ
അനുസ്മരണം ഫൈസ് അഹമ്മദ് സാഹിബ് ഗുജറാത്തി ദർവേഷ് മർഹൂം മുൻ നാസിർ ബൈത്തുൽ മാലിന്റെ ഭാര്യയായ സുഹേല മെഹബൂബ് സാഹിബയുടേതാണ്. സുഹേല സാഹിബിയുടെ വഫാത്ത് 90-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ മൂസിയ ആയിരുന്നു. ഇവർ ബീഹാറിലെ ഒരു വിദ്യാസമ്പന്നമായ കുടുംബത്തിലെ സ്ത്രീയാണ്. അവരുടെ പിതാവ് അഹമ്മദി ആയിരുന്നില്ല. എന്നാൽ മാതാവ് അവരുടെ പിതാവ് അഹമ്മദി ആയതിനു ശേഷം സ്വന്തം തന്നെ പുസ്തകങ്ങൾ വായിച്ച് അഹമ്മദി ആയതാണ്. 3-4 വർഷം തന്റെ ഭർത്താവിന്റെ പിണക്കം സഹിച്ച് അവർക്ക് വളരെ കഷ്ടതകളും അനുഭവിക്കേണ്ടതായി വന്നു. എന്നാൽ അഹമ്മദിയത്തിൽ തന്നെ അവർ അടിയുറച്ചു നിന്നു. അവരുടെ ഭർത്താവ് പിൽക്കാലത്ത് അഹമ്മദി ആയില്ലെങ്കിൽ കൂടി അഹമ്മദിയത്തിനോടുള്ള എതിർപ്പ് ഒഴിവാക്കി തന്റെ പെൺകുട്ടികളെ അഹമ്മദി കുടുംബങ്ങളിൽ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സുഹൈല സാഹിബിയുടെ വിവാഹബന്ധവും അഹമ്മദികളിൽ നടത്തി. 1958 മർഹൂമയുടെ മാതാവ് ആദ്യമായി തന്റെ മകൾ സുഹൈല മെഹബൂബിനോടൊപ്പം കാദ്യാനിൽ വന്നു. സുഹൈല മെഹബൂബ് സാഹിബ പറയുന്നു, അവർക്ക് കാദ്യാൻ എന്ന സ്ഥലത്തോട് വളരെയധികം സ്നേഹം തോന്നി. എങ്ങനെയെങ്കിലും കാദ്യാനിൽ തന്നെ വന്ന് താമസമാക്കണം എന്ന് കരുതി അതിനുവേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ അവർ ജീവിതം വഖഫ് ചെയ്തു. അപ്പോൾ നാസിർ ഖിദ്മത്തെ ഖൽക്ക് ദർവേഷാൻ ആയ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അവരുടെ ജീവിതം വഖഫ് ചെയ്തുകൊണ്ടുള്ള കത്തിന് മറുപടിയായി ഇപ്രകാരം എഴുതി: താങ്കൾ വഖഫ് ചെയ്തതായി എനിക്ക് അറിയാനിട വന്നു. താങ്കളുടെ ഈ ചുവടുവയ്പ് വളരെ വിലമതിക്കുന്നതാണ്. വഖഫിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ പ്രധാനമായ കർത്തവ്യം ദീനി പരിജ്ഞാനം സിദ്ധിക്കുകയും ഇസ്ലാം അഹമ്മദിയത്തിന് അനുഗുണമായ നിലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആക്കി തീർക്കുകയും അങ്ങനെ ഉത്തമ മാതൃക കാണിക്കുകയുമാണ്. 1964 ഇവർ വഖഫ് ചെയ്തു. 1964 മർഹൂമയുടെ വിവാഹം ചൗധരി അബ്ദുള്ള സാഹിബ് ദർവേഷുമായി നടന്നു. അതിൽ അവർക്ക് ഒരു പെൺകുട്ടിയും ഉണ്ടായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വിവാഹബന്ധം വേർപെട്ടു. അവരുടെ രണ്ടാമത്തെ വിവാഹം ചൗധരി ഫൈസ് മുഹമ്മദ് സാഹിബ് ഗുജറാത്തി ദർവേഷുമായി നടന്നു. അതിൽ ഒരു മകനുണ്ടായി. എന്നാൽ ആ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. മർഹൂമ ഏതാണ്ട് 30 വർഷക്കാലം നുസ്രത് ഗേൾസ് ഹൈസ്കൂൾ കാദ്യാനിൽ ഹെഡ് മിസ്ട്രസായി സേവനമനുഷ്ഠിച്ചു. രണ്ടാമത്തെ പരാമർശം രാജ ഖുർഷീദ് അഹമ്മദ് മുനീർ സാഹിബ് മൊറബി സിൽസിലയുടേതാണ്. അദ്ദേഹം ആസ്ട്രേലിയയിലായിരുന്നു. അവിടെ വെച്ചാണ് വഫാത്ത് സംഭവിച്ചത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസി ആയിരുന്നു. ഒരു നീണ്ട കാലം അദ്ദേഹത്തിന് പാകിസ്ഥാനിലും അതുപോലെ പാക് ഒക്യുപ്പൈഡ് കശ്മീരിലെ വിവിധ സ്ഥലങ്ങളിലും മൊറബി സിൽസിലയായി സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. ഒരു നിർഭയനായ മൊറബി സിൽസില ആയിരുന്നു. പിഒകെയിലുള്ള സേവന കാലയളവിൽ അദ്ദേഹത്തിന് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. 1974 കലാപാന്തരീക്ഷത്തിൽ അദ്ദേഹം വളരെ ധൈര്യസമേതം എതിർപ്പുകളെ തരണം ചെയ്തു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: അവിടെ നമ്മുടെ ഒരു ധൈര്യശാലിയായ മൊറബി ഉണ്ട്. ധൈര്യശാലിയായ മൊറബി എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് ഹുസൂർ നൽകി. രാജ ഖുർഷീദ് മുനീർ സാഹിബ് റാവൽപിണ്ടിയിലുള്ള തന്റെ ഒരു വീടും ജമാഅത്തിന് സമ്മാനമായി നൽകുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് 4-ാമന്റെ കാലത്ത് ഈ ഉപഹാരം ജമാഅത്ത് സ്വീകരിച്ചു. ഇന്തോ പാക് വിഭജനത്തിനു ശേഷം അദ്ദേഹം അഹമ്മദ് നഗറിലേക്ക് പോയി. അവിടെ ജാമിയ അഹമ്മദിയയും പിന്നീട് സ്ഥാപിതമായി. അവിടെ ഇദ്ദേഹം പഠിച്ചു. ചിലവ് നടത്തി കൊണ്ടുപോകാനായി അദ്ദേഹം ഒരു ചെറിയ മുറിയിൽ ഒരു കടയും തുറന്നു. തുടർന്ന് 1948 ഫുർഖാൻ ബറ്റാലിയനിലും അദ്ദേഹം ചേർന്നു. 1949 മൗലവി ഫാസിൽ പാസ്സായി. ജാമ്യയിലെ ഷാഹിദിന്റെ ആദ്യ ക്ലാസ്സിലെ പരീക്ഷ പാസ്സായ ശേഷം മൊറബി സിൽസില എന്ന നിലയ്ക്ക് പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും അതുപോലെ പാക് ഒക്യുപ്പൈഡ് കശ്മീരിലും ദീനി സേവനങ്ങൾ അനുഷ്ഠിച്ചു. 1974 അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. അദ്ദേഹം വളരെ ധൈര്യത്തോടെ അത് നേരിട്ടു. ആൾക്കൂട്ടത്തിന്റെ കല്ലേറിൽ അദ്ദേഹത്തിന് പരിക്കു പറ്റുകയുണ്ടായി. എന്നാലും വീട്ടുകാരെല്ലാവരും സുരക്ഷിതരായിരുന്നു. അദ്ദേഹം എപ്പോഴും ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനായി എല്ലാവരും ഉപദേശിക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു: ദൈവിക ജമാഅത്തുകൾക്ക് ഇത്തരത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സംഭവിക്കുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ സ്ഥൈര്യം കാഴ്ചവെക്കണം. വളരെ സാഹസികതയോടെ ജമാഅത്തുകൾ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. അഹമ്മദികളുടെ വീടുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമായിരുന്നു. പലതവണ ഇപ്രകാരം അഹമ്മദികളുടെ ഭവനങ്ങളിൽ പര്യടനം നടത്തുന്ന സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തെ പിടികൂടി മർദ്ദിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു തരത്തിലുമുള്ള പരാതിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹം 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ് അദ്ദേഹത്തിനുള്ളത്. അവരെല്ലാവരും ആസ്ട്രേലിയയിലാണുള്ളത്. അവിടെ വെച്ചാണ് ഇദ്ദേഹം വഫാത്തായത്. അടുത്ത അനുസ്മരണം സമീർ അഹമ്മദ് നദീം സാഹിബിന്റേതാണ്.
56-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാമഹന്റെ പിതാമായ റഹീം ബഖ്ഷ് സാഹിബ് സ്വഹാബി ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാം മുഖേന 1897 ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് രംഗപ്രവേശനം നടത്തുന്നത്. അദ്ദേഹം ഇമാം മഹദി വന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ജില്ലാ ഗുരുദാസ്പൂരിലെ തന്റെ സ്വദേശമായ ഷിക്കാർപൂർ മാജിയ എന്ന ഗ്രാമത്തിൽ നിന്നും കാദിയാനിലേക്ക് ജലസയിൽ പങ്കെടുക്കാനായി വന്നു. എന്നിട്ട് ബൈഅത്ത് ചെയ്തു. ശേഷം അദ്ദേഹം തന്റെ ഒരു സ്നേഹിതനായ മെഹർദീൻ സാഹിബിനോടും ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വന്ന് ബൈഅത്ത് ചെയ്തു. ശേഷം അവരുടെ രണ്ടുപേരുടെയും തബ്ലീഗ് വഴി ഗ്രാമം മുഴുവൻ അഹമ്മദികളായി. ജമീർ സാഹിബ് ജാമ്യ പാസ്സായ ശേഷം ഇസ്ലാം ഇർഷാദ് മക്കാമിയുടെ കീഴിൽ കുറച്ചു കാലം കർമ്മരംഗത്ത് സേവനം ചെയ്തു. തുടർന്ന് മൻസൂബ കമ്മിറ്റി ഓഫീസിൽ ഇദ്ദേഹം നിയമിതനായി. ശേഷം നസാർത്ത് ഇസ്ലാം ഇർഷാദ് മർക്കസിയയുടെ കീഴിലും അദ്ദേഹത്തിന് സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചു. 2005 മുതൽ മരണം വരെ ഇദ്ദേഹം വസിയത്ത് ഇസ്തിഖ്ബാലിയ ഡിപ്പാർട്ട്മെന്റിൽ മുആവിൻ നാസിർ ആയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മകനും മൊറബി സിൽസിലയാണ്. അദ്ദേഹത്തിന് വളരെ നല്ല നിലയിൽ ജനസമ്പർക്കം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. നല്ല ബാസ്കറ്റ് ബോൾ കളിക്കാരനായിരുന്നു. അക്കാരണത്താൽ പൊതുസമ്പർക്കം ഉണ്ടാക്കുകയും അത് ജമാഅത്തിന് പ്രയോജനകരമാക്കി തീർക്കുകയും ചെയ്തിരുന്നു. തഹജ്ജുദ് ശീലക്കാരനായിരുന്നു. അള്ളാഹുവിൽ ഒരുപാട് ഭരമേൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രയാസഘട്ടങ്ങളിൽ അദ്ദേഹം വേഗം തന്നെ 2 റക്അത്ത് നഫൽ നമസ്കരിക്കുകയും കാലത്തിന്റെ ഖലീഫയ്ക്ക് കത്തെഴുതുകയും ചെയ്യുക പതിവായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ നഫലുകളും ദുആകളും സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത പരാമർശം ഈസ മോക്കി തലീമ സാഹിബിന്റെതാണ്. തൻസാനിയ സ്വദേശിയാണ് അദ്ദേഹം. കുറച്ചു ദിവസം മുമ്പാണ് ഇദ്ദേഹം വഫാത്താകുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. 19ാമത്തെ വയസ്സിൽ ചുറ്റിലുമുള്ള സാഹചര്യം കാരണം മതപരമായ ചർച്ചകളിൽ അദ്ദേഹത്തിന് താല്പര്യം ഉളവായി. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാനുള്ള സൗഭാഗ്യവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങളെ കുറിച്ച് അദ്ദേഹം പരിചയപ്പെട്ടു. ഗവേഷണം നടത്തിയ ശേഷം 1992 അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ബൈഅത്തിന് ശേഷം മർഹൂമിന്റെ ഉള്ളിൽ ഒരു നല്ല മാറ്റം ഉണ്ടായി. അത് ഉറ്റവർക്കും വളരെ വ്യക്തമായ നിലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ സൽപരിവർത്തനം കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ജമാഅത്തിൽ ബൈഅത്ത് ചെയ്ത് പ്രവേശിച്ചു. ബൈഅത്തിന് ശേഷം മർഹൂം ദീനി വിജ്ഞാനം വർദ്ധിപ്പിക്കാനായി വളരെയധികം പരിശ്രമിച്ചു. ജോലി സമയത്തും ഇസ്ലാം അഹമ്മദിയത്തിന് തബ്ലീഗ് ചെയ്യാനുള്ള ഒരു അവസരവും അദ്ദേഹം വിട്ടുകളയുമായിരുന്നില്ല. ചന്ത നൽകുന്ന കാര്യത്തിൽ എപ്പോഴും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ദേവമാർഗത്തിൽ നൽകുന്നത് കൊണ്ട് കച്ചവടത്തിലും ധനത്തിലും ബർക്കത്തുണ്ടാകും എന്ന് പലതവണ അദ്ദേഹം പറയുമായിരുന്നു. ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന്. വളരെ സോഷ്യലും സൽസ്വഭാവിയും വിനയാനിതനുമായ വ്യക്തിയായിരുന്നു. വഖഫ് ജിന്ദഗികൾ, ജമാഅത്ത് ഭാരവാഹികൾ, ജമാഅത്ത് സേവകർ എന്നിവരെ നല്ല നിലയിൽ ഇദ്ദേഹം ബഹുമാനിച്ചിരുന്നു. മർഹൂം മൂസി ആയിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ 2 ഭാര്യമാരും 10 മക്കളുമുണ്ട്. അമീർ മിഷണറി ഇൻചാർജ് തൻസാനിയായിരുന്നു. മർഹൂമിനെ ദാറുസ്സലാമിന്റെ റീജിയണൽ പ്രസിഡന്റായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ ലാളിത്യം വളരെ മുന്തി നിന്നിരുന്നു. അക്കാരണത്താൽ ജനങ്ങളിൽ അദ്ദേഹം വളരെയധികം സ്വീകാര്യനായിരുന്നു. നിശബ്ദം സേവനം ചെയ്യുന്ന വയോധികനായിരുന്നു അദ്ദേഹം. പിന്നീട് ഇദ്ദേഹം നായിബ് അമീർ തൻസാനിയായും നിയമിതനായി. ആ ഉത്തരവാദിത്തം അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. വളരെ വിവേകമതിയായ വയോധികനായിരുന്നു. എപ്പോഴും ജമാഅത്തിന്റെ നിസാമിന്റെ ബഹുമാനാദരങ്ങളെ കുറിച്ച് വളരെയധികം ബോധവാനായിരുന്നു അദ്ദേഹം. അഹമ്മദികളോട് പരസ്പരം സഹിഷ്ണുതയോടെ കഴിയാനും അഹമ്മദിയ ഖിലാഫത്തുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കാനും എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ജമാഅത്ത് സേവകരുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളെ പോലും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. സാധ്യമായ എല്ലാ തരത്തിലും അദ്ദേഹം സഹകരിക്കാനായി ശ്രമിക്കുമായിരുന്നു. മാത്രമല്ല ജമാഅത്ത് ജീവനക്കാരെ രാവിലെ സ്വന്തം വണ്ടിയിൽ തന്നെ ഓഫീസിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ബസ്സിൽ പോയി അവരുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. നമസ്കാര സെന്റർ എന്ന നിലയിൽ വീട്ടിൽ ഒരു മുറി അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. അവിടെ വെച്ചായിരുന്നു നമസ്കാരം
നടന്നിരുന്നത്. മൂസികളോട് ഹിസ്സ ജായ്ദാദ് സ്വത്തിൽ നിന്നുള്ള വിഹിതം നൽകാനായി ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹം തന്റെ ഏറ്റവും വില കൂടിയ 2 സ്വത്തുക്കളുടെ കണക്കുകൾ ശരിയാക്കുകയും മുറപ്രകാരം ചന്ത നൽകുകയും ചെയ്തു. അടുത്ത അനുസ്മരണം ഷെയ്ഖ് മുബഷിർ അഹമ്മദ് സാഹിബ്, സൂപ്പർവൈസർ നസാമത്ത് താമീറാത്ത് ഖാദിയാന്റേതാണ്. അദ്ദേഹം ഷെയ്ഖ് ഇസ്രാർ അഹമ്മദ് സാഹിബ് കേരങ് ഒഡീഷയുടെ മകനായിരുന്നു. കൊറോണ കാരണം കുറച്ചുനാൾ മുമ്പാണ് ഇദ്ദേഹം വഫാത്തായത്. 33 വയസ്സായിരുന്നു പ്രായം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം ജന്മന അഹമ്മദി ആയിരുന്നു. ആദ്യകാല അഹമ്മദി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. വളരെ സൽപ്രകൃതനും അതുപോലെ നമസ്കാരശീലനും അതുപോലെ ദീനീ സേവനത്തിന് സദാ സന്നദ്ധനുമായ വ്യക്തിയായിരുന്നു. ചെറുപ്പം തൊട്ടേ പള്ളിയുമായി നല്ല ബന്ധം പ്രകടിപ്പിച്ചിരുന്നു. 8 വർഷമായി മർഹൂം വളരെ നല്ല നിലയിൽ തന്നെ സൂപ്പർവൈസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ ജോലികൾ പരിശോധിക്കുമായിരുന്നു. സംതപ്ത കുടുംബത്തിൽ ഭാര്യയ്ക്ക് പുറമെ മാതാപിതാക്കളും 2 സഹോദരന്മാരും 1 സഹോദരിയുമാണ് ഉള്ളത്. അടുത്തത് സിഡ്നിയിൽ വെച്ച് വഫാത്തായ സൈഫ് അലി ഷാഹിദ് സാഹിബിനെ കുറിച്ചാണ് അനുസ്മരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ കുടുംബത്തിൽ ഹജറത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ സ്വഹാബാക്കളുണ്ട്. ചൗധരി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ മാതാമഹനാണ്. ചൗധരി ഗാമെ ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മാതാമഹന്റെയും പിതാവാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഹൈദർ അലി ജഫർ സാഹിബ്. മൊബലിക് സിൽസില ജർമ്മനിയാണ് അദ്ദേഹം. ഇപ്പോൾ നായിബ് അമീറുമാണ് അദ്ദേഹം. പറയുന്നു 1961 ഇദ്ദേഹം മെട്രിക് കഴിഞ്ഞ് ഹൈദരാബാദിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ഞങ്ങൾ 2 സഹോദരന്മാരുടെയും പഠന ചെലവ് പൂർണ്ണമായും വഹിച്ചത് ഇദ്ദേഹമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ചെലവുകളും നടത്തുകയും മാതാപിതാക്കളുടെ ചെലവുകൾ നടത്തുകയും അവരെ വളരെയധികം സേവിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരോടും നല്ലവണ്ണം ഇടപഴകുന്ന മൃദുഭാഷിയായ വിനയാനിതനായ വ്യക്തിയായിരുന്നു. കുട്ടികളോട് വാത്സല്യപൂർവ്വം പെരുമാറിയിരുന്നു. യുവാക്കളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ജമാഅത്തിന്റെ നിസാമിനോടും ഖിലാഫത്തിനോടും അളവറ്റ സ്നേഹവും അനുസരണവും കാഴ്ചവെച്ചിരുന്നു. എപ്പോഴും സ്വന്തം മക്കളോടും ഖിലാഫത്തിനെ സ്നേഹിക്കാനും ഖിലാഫത്തിനനുസരിക്കാനും ഉത്ബോധിപ്പിക്കുമായിരുന്നു. ജമാഅത്ത് ഭാരവാഹികളെ നല്ലവണ്ണം ബഹുമാനിക്കുമായിരുന്നു. ഏത് ഭാരവാഹിയെ കുറിച്ചും അവരെക്കുറിച്ച് മോശമായ ഒരു സംസാരവും കേൾക്കുന്നതിന് അദ്ദേഹം കൂട്ടാക്കുമായിരുന്നില്ല. വളരെ പ്രാർത്ഥനാ നിർഭരനായ ഒരു വ്യക്തിയായിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. പാകിസ്ഥാനിലായിരുന്നപ്പോൾ സെക്രട്ടറി മാലായും അതുപോലെ സെക്രട്ടറി വഖഫ് ജദീദുമായും സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. മീർപൂർ ഖാസിൽ ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള ഇദ്ദേഹത്തെ ജമാഅത്ത് സദറായി നിശ്ചയിച്ചു. അവിടെ ജമാഅത്തിൽ ഇമാറത്ത് വരുന്നതുവരെ ജമാഅത്ത് സദറായി അദ്ദേഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ അബ്ദുൽ മന്നാൻ സിദ്ദീഖിയുടെ ഷഹാദത്തിന് ശേഷം പ്രാദേശിക അമീറായും ജില്ലാ അമീറായും ഇദ്ദേഹത്തിന് സേവനത്തിനുള്ള അവസരം ലഭിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതുവരെ അദ്ദേഹം ആ പദവി അലങ്കരിച്ചു. പോഷക സംഘടനകളിലും ഇദ്ദേഹത്തിന് ഒരുപാട് സേവനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം ലഭിച്ചു. അതുപോലെ കലാ ബോർഡ് ഓസ്ട്രേലിയയുടെ മെമ്പറായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം നായിബ് സദർ അവൽ അൻസാറുള്ള ആയിരുന്നു. അതുപോലെ 2016 മുതൽ സെക്രട്ടറി റിഷ്താനാത്തയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു വന്നിരുന്നു. 2 മക്കളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടു. വളരെ ക്ഷമയോടെ അദ്ദേഹം ആ ആഘാതം സഹിച്ചു. സംതപ്ത കുടുംബത്തിൽ അങ്ങനെ 4 ആൺമക്കളുമാണുള്ളത്. അടുത്ത അനുസ്മരണം മസൂദ് അഹമ്മദ് ഹയാത്ത് സാഹിബ്, സൺ ഓഫ് റഷീദ് അഹമ്മദ് ഹയാത്ത് സാഹിബിന്റേതാണ്. 80-ാമത്തെ വയസ്സിൽ ആണ് ഇദ്ദേഹം വഫാത്താകുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ അഹമ്മദി അദ്ദേഹത്തിന്റെ പിതാമഹനായ ബാബു ഉമർ ഹയാത്ത് സാഹിബ്, സൺ ഓഫ് ചൗധരി പീർ ബഖ്ഷ് സാഹിബാണ്. ഉമർ ഹയാത്ത് റളിയല്ലാഹു അൻഹു 1898 14-ാമത്തെ വയസ്സിലാണ് ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുന്നത്. ആദ്യം അദ്ദേഹം ആർമിയിൽ സേവനം ചെയ്യുകയായിരുന്നു. പിന്നീട് കെനിയയിലേക്ക് പോകുകയാണ് ഉണ്ടായത്. 1967 UK മസൂദ് ഹയാത്ത് സാഹിബ് വന്നു. പിന്നെ കെനിയയിൽ നിന്നും ഇവിടേക്ക് സ്ഥിരമായി തന്നെ താമസം മാറുകയുണ്ടായി. വളരെ
സൽപ്രകൃതനായിരുന്നു. നമസ്കാര വ്രതാനുഷ്ഠാനങ്ങളിൽ വളരെ കൃത്യനിഷ്ഠത വച്ചു പുലർത്തിയ വ്യക്തിയായിരുന്നു. വളരെ സൽപ്രകൃതനും ജനസമ്പർക്കമുള്ള വ്യക്തിയും അതിഥി സൽക്കാര പ്രിയനും കരുണാർദ്രനുമായിരുന്നു. ഇദ്ദേഹത്തിന് 2 തവണ ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി വിവിധ രാജ്യങ്ങൾ പര്യടനം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഡ്രൈവിംഗ് സെക്യൂരിറ്റി കാര്യങ്ങളിൽ സേവനത്തിലുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. 1983 ബൈത്തുൽ അഹമ്മദ് മസ്ജിദിൽ ഓർട്ടൺ സ്റ്റുഡിയോ വാങ്ങിയപ്പോൾ അതിൽ ഏറ്റവും കൂടിയ പങ്ക് മർഹൂമിന്റെ ഭാര്യയായ താഹിറ ഹയാത്ത് സാഹിബ മർഹൂമയുടേതുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല സാമ്പത്തികമായ ശേഷി നൽകി അനുഗ്രഹിച്ചിരുന്നു. ധനത്തിന്റെ ഏറിയ പങ്കും ദൈവ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചിരുന്നു. റീഡ് ബ്രിഡ്ജ് ഈസ്റ്റ് ലണ്ടനിലെ ജമാഅത്ത് 2 പിരിഞ്ഞപ്പോൾ ജമാഅത്തിന് സ്വന്തമായി ഒരു മസ്ജിദ് ഉണ്ടായിരുന്നില്ല. അക്കാര്യം അദ്ദേഹത്തിന് അറിയാനിട വന്നപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിന്റെ ഒരു ഭാഗം ജമാഅത്തിനായി വഖഫ് ചെയ്തു. അവിടെ 3 വർഷങ്ങളോളം ജമാഅത്ത് സെന്ററായി പ്രവർത്തനം തുടർന്നു. അവിടെ ജമാഅത്തിന്റെ വിവിധ ജോലികളും നടന്നിരുന്നു. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണുള്ളത്. ആദ്യ ഭാര്യ മരണപ്പെട്ടിരുന്നു. 2ാമത്തെ ഭാര്യയിലാണ് 2 ആൺകുട്ടികളുള്ളത്. അള്ളാഹു പരേതാത്മാക്കൾക്ക് പുറത്തു കൊടുക്കുകയും അവരിൽ കാരുണ്യം ചൊരിയുകയും ചെയ്യട്ടെ. അവരുടെ സന്താന പരമ്പരയെയും അഹമ്മദിയത്തുമായി നല്ല നിലയിൽ ബന്ധപ്പെടുത്തി നിർത്തുമാറാകട്ടെ. അവരുടെ വരും തലമുറയ്ക്കുള്ള അവരുടെ പൂർവികർ ചെയ്ത ദുആകൾ അള്ളാഹു അവർക്കായി സ്വീകരിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.